നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. രോഗികളെ വലച്ച അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ സിനിമാ ഷൂട്ടിംഗ്. രോഗികളെ ചികിത്സിക്കുന്ന സമയത്താണ് ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. അനുമതി നൽകിയവർ 7 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ, അങ്കമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നവമി ദിനേശ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, ഇത് എന്നാണ് ഈ ഷൂട്ടിംഗ് നടന്നത്? ഇത് ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായിരിക്കുന്നത്? ഇത് നിയമവിരുദ്ധമായി ആരാണ് ഈ സിനിമ ഷൂട്ടിങ്ങിന് അനുമതി നൽകിയത്? നവമി, ടോമി, സിനിമകൾക്ക് സാധാരണ ഷൂട്ടിങ്ങിനായി ഇതുപോലെ ആശുപത്രികളിലൊക്കെ അനുമതി നൽകാറുണ്ട്. പക്ഷെ അത് രോഗികളെ വലച്ചോ അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിലൊന്നും ഷൂട്ട് ചെയ്യാൻ പൊതുവെ അനുവദിക്കാറില്ല. മറ്റൊന്ന്, പ്രത്യേകിച്ച് ഈ സിനിമകൾ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയിൽ പോലും പ്രത്യേകം ഒരു അമ്പലത്തിന്റെ സെറ്റ് പോലും അവർ മറ്റൊരിടത്ത് സെറ്റിട്ടിട്ടാണ് അവർ ആ സിനിമ ചിത്രീകരിച്ചത്. അതിനിടയിലാണ് അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ നിരന്തരം അല്ലെങ്കിൽ രാത്രി പോലും അത്യാഹിത വിഭാഗത്തിലടക്കം രോഗികൾ എത്തുന്ന വലിയ തിരക്കേറിയ ഒരു ആശുപത്രിയിലാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഈ രോഗികളെ പോലും വലച്ചുകൊണ്ട് അല്ലെങ്കിൽ രോഗികളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാത്ത രീതിയിലേക്ക് കയറിട്ട് അവിടെ ആ അത്യാഹിത വിഭാഗം മറച്ചുകൊണ്ട് ഒരു ഷൂട്ടിംഗ് നടത്തിയത്. ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു ഇന്നലെ അവിടെ നടത്തിയത്. ഇന്നലെ രാത്രി 9 മണിക്ക് ആരംഭിച്ച ഷൂട്ടിംഗ് പുലർച്ചയോളം നീണ്ടുനിന്നു. 2 ദിവസത്തേക്കുള്ള ഷൂട്ടിംഗിനാണ് അവിടെ അനുമതി നൽകിയത്, ഇന്നലെയും ഇന്നും. അപ്പോൾ ഇന്ന് രാത്രിയും ഇത് സമാനമായ രീതിയിൽ ഷൂട്ടിംഗ് ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ് ഇനി അറിയേണ്ടത്. മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇടപെട്ട സാഹചര്യത്തിൽ ഷൂട്ടിംഗ് ഇന്ന് അവിടെ നടത്താതിരിക്കാനായിരിക്കും സാധ്യത. ഇതാരാണ് ഈ ഷൂട്ടിംഗിന് അനുമതി നൽകിയതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ആശുപത്രി സൂപ്രണ്ടിനോടക്കം മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആരാണ് ഇവിടെ ഷൂട്ടിംഗ് നടത്താൻ അനുമതി നൽകിയതെന്നുള്ളൊരു നോട്ടീസാണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. ആശുപത്രി വൃത്തങ്ങൾ ആരാണ് ഇതിന് അനുമതി നൽകിയതെന്ന് പുറത്ത് പറയാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. എന്തായാലും വരും മണിക്കൂറിൽ നമുക്ക് അതറിയാൻ സാധിക്കും. സാധാരണ ഇത്തരത്തിൽ ആശുപത്രിയിലൊക്കെ, സർക്കാർ ആശുപത്രിയിൽ ഷൂട്ടിങ്ങിനായി അനുമതി നൽകുന്നത് ആശുപത്രിയിലെ തന്നെ സൂപ്രണ്ടോ അല്ലെങ്കിൽ അത്രയും മാത്രം ഈ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിരിക്കും. അവർ തന്നെയാണോ ഇവിടെയും അനുമതി നൽകിയത് എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. ഇന്നലെ രാത്രി 9 മണിക്കായിരുന്നു ഈ സംഭവം ഉണ്ടായത്. നമുക്ക് ഈ അവിടെ എത്തിയ ഒരു അത്യാഹിത വിഭാഗത്തിൽ രോഗിയുമായി എത്തിയ ഒരു ഓട്ടോ ഡ്രൈവറുടെ പ്രതികരണമടക്കം ലഭിക്കുകയും ചെയ്തു. അദ്ദേഹം ഇതുപോലെ ഒരു രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതാണ്. ആ സമയത്താണ് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല, അനുമതിയില്ല, അവിടെ സിനിമാ ഷൂട്ടിംഗ് നടക്കുകയാണെന്നുള്ളൊരു വിശദീകരണം സെക്യൂരിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഉടൻ തന്നെ ഇദ്ദേഹം ഇത് വീഡിയോ സഹിതം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് മാധ്യമങ്ങൾ വാർത്തയാക്കിയതും പിന്നീട് മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തത്. അത്യാഹിത വിഭാഗത്തിലെ ലൈറ്റ് അടക്കം മറച്ചുകൊണ്ടുള്ള ഒരു ഷൂട്ടിംഗ് ആണ് നടത്തിയത്. 50ഓളം പേരും ഈ ഷൂട്ടിങ്ങിനായി ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ടോം, നവമി സൂചിപ്പിച്ചതുപോലെ ഒരു ഓട്ടോ ഡ്രൈവറുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധ ശബ്ദം ഉയർന്നു. അതൊരു ഒറ്റപ്പെട്ട പ്രതിഷേധമായി കണക്കാക്കാൻ കഴിയില്ല. കാരണം അവിടെയുള്ള പല ആളുകളും, പല രോഗികളും രോഗികൾക്കൊപ്പം എത്തിയവരൊക്കെ ഇതേ രീതിയിൽ നീരസവും അതൃപ്തിയും പ്രതിഷേധവും ഒക്കെ പ്രകടിപ്പിച്ച് കാണും. ആ സമയം മറ്റു രീതിയിലുള്ള ഒരു പ്രതികരണമൊന്നും, ഈ രീതിയിൽ ഒരു പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അത് നിർത്തിവെക്കുന്ന കാര്യത്തിലൊരു നടപടി ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നോ അതല്ലെങ്കിൽ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലേ? ഇല്ല ടോം, അതായത് ഈ അവർക്ക് അനുമതി നൽകിയതാണ്. ഈ 50ഓളം അണിയറ പ്രവർത്തകർ ഈ ആശുപത്രിയുടെ ഉള്ളിലേക്ക് എത്തി. അവർ ഈ കയർ ഉപയോഗിച്ച് അവിടേക്ക് മറ്റാരും പ്രവേശിക്കാതിരിക്കാനുള്ള രീതിയിലേക്ക് തടസ്സം സൃഷ്ടിച്ച് അവിടെ ആളുകളെ നിർത്തിയതിനു ശേഷമാണ് ഷൂട്ടിംഗ് ആരംഭിച്ചത്. 9 മണിയോടുകൂടിയാണ് ഈ അത്യാഹിത വിഭാഗത്തിലെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. പരിമിതമായിട്ടുള്ള സ്ഥലമാണ്, നമുക്കറിയാം. ആക്സിഡന്റ് പോലുള്ള എമർജൻസി കേസുകളിലേക്ക് വേഗം എത്തിക്കേണ്ട ഇടമാണ്. അവിടേക്ക് ഇത്തരത്തിലൊരു ഷൂട്ടിങ്ങിനായി അനുമതി
അനുമതി നൽകിയത് അത് ഏത് അടിസ്ഥാനത്തിലാണെന്നാണ് ഇപ്പോഴും വ്യക്തമാക്കാത്തത്. അവിടെ പ്രതിഷേധം ഉന്നയിച്ച ഈ ഓട്ടോ ഡ്രൈവർ അടക്കം പ്രതിഷേധം ഉന്നയിച്ചുവെങ്കിലും അവരെ അവിടെ നിന്ന് നീക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ അതിലേക്ക് ഇടപെടുവാനോ അല്ലെങ്കിൽ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലേക്ക് അതിനെ മാറ്റുവാനോ അവിടെ ഉണ്ടായിരുന്ന അണിയറ പ്രവർത്തകരോ അല്ലെങ്കിൽ ആശുപത്രി അധികൃതരോ തയ്യാറായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റിസപ്ഷനിലേക്ക് രോഗികളുമായി വരുന്നവർ ആദ്യം റിസപ്ഷനിലേക്ക് പോകുമ്പോൾ റിസപ്ഷൻ ഈ അത്യാഹിത വിഭാഗം ഇരിക്കുന്ന ഭാഗത്തു നിന്നും മാറ്റി ഈ ആശുപത്രിയുടെ പിറകു ഭാഗത്തായിട്ടാണ് സൌകര്യം ഒരുക്കിയത്. അവിടെ ചെന്ന് ടോക്കൺ എടുത്തതിന് ശേഷം മറ്റൊരു വഴിയിലൂടെ ഉള്ളിലേക്ക് കടക്കാം എന്നൊരു വിശദീകരണമാണ് ഈ ആശുപത്രിയിൽ നിന്നും റിസപ്ഷനിലുള്ളവരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായത്. എന്തായാലും ഇത് വലിയ ഒരു വീഴ്ച തന്നെയാണ്. ഒരു ആശുപത്രിയിൽ, അതും തിരക്കേറിയ അങ്കമാലിയിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ ഷൂട്ടിങ്ങിന് വേണ്ടി രോഗികളെ വലച്ച് അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിൽ എത്തിയ രോഗികൾക്ക് പോലും ചികിത്സ നിഷേധിക്കുന്ന ഒരു തരത്തിലേക്ക് ഈ സിനിമയുടെ ചിത്രീകരണം നടത്തി എന്നുള്ളത് വലിയ വീഴ്ചയായി തന്നെയാണ് കണക്കാക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എത്രയും വേഗം 7 ദിവസത്തിനുള്ളിൽ ഇതിനൊരു വിശദീകരണം നൽകാൻ, ആരാണ് ഈ സിനിമാ ചിത്രീകരണത്തിനായി അനുമതി നൽകിയത് എന്നതിലൊരു വിശദീകരണം നൽകുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് അവിടെ അനുമതി. ഇതേ രീതിയിൽ റോഡിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ചുകൊണ്ടുള്ള സിനിമാ ഷൂട്ടിങ്ങും മറ്റുമൊക്കെ ഇപ്പോഴും പലയിടങ്ങളിലും നടക്കാറുണ്ട്. ചില ആളുകൾ ഒരൊറ്റപ്പെട്ട ശബ്ദമുയർത്തുമെങ്കിൽ പോലും അവർക്ക് അനുമതിയുണ്ട്, ഇതിനുള്ള അനുമതി ഞങ്ങൾ തേടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സിനിമാ ഷൂട്ടിംഗ് വീണ്ടും പുരോഗമിക്കുന്ന സാഹചര്യങ്ങളൊക്കെയാണ് ഉണ്ടാകാറുള്ളത്. ഇവിടെ അത്തരം വീഴ്ച ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടാൽ ഒരു നടപടി സ്വീകരിക്കേണ്ടതാണ്. അതോടൊപ്പം ഈ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ പോലീസിലോ മറ്റോ ആരെങ്കിലും പരാതിയുമായി സമീപിച്ചിട്ടുണ്ടോ നവമി? ഇതുവരേക്കും പോലീസിനോട് ഇത് പരാതിയുമായി ആരും ഉന്നയിച്ചിട്ടില്ല. ഈ ഓട്ടോ ഡ്രൈവർ, ഇന്നലെ രാത്രി രോഗിയുമായി എത്തിയ ഓട്ടോ ഡ്രൈവറാണ് ഈ വിഷയം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇവിടെ ഈ അത്യാഹിത വിഭാഗം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഷൂട്ടിങ്ങിന് അനുമതി നൽകിയത് അല്ലെങ്കിൽ ഷൂട്ടിംഗ് നടത്തുന്നുണ്ട് എന്നുള്ളൊരു വിവരം അറിയുകയും ചെയ്തത്. പിന്നീട് മാധ്യമങ്ങളിലെ വാർത്തയാവുകയും ഇതിനെ തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുകയും ആശുപത്രി അധികൃതരോട് വിശദീകരണം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. സാധാരണ ഈ സിനിമകൾക്ക് ഷൂട്ടിങ്ങിനായി ആശുപത്രികൾ അല്ലെങ്കിൽ പൊതു ഇടങ്ങൾ നമ്മൾ ഈ സർക്കാർ സേവനം ലഭിക്കുന്ന ഇടങ്ങളൊക്കെ വിട്ടുകൊടുക്കാറുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിയാണ്. പക്ഷേ അതപ്പോഴും ഈ പൊതുസേവനം തടസ്സപ്പെടാതെ, ഇപ്പൊ ആശുപത്രിയാണെങ്കിൽ രോഗികൾക്ക് അല്ലെങ്കിൽ ഈ റോഡുകൾ ഇപ്പോൾ ഓട്ടോ ഡ്രൈവറുടെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കണം. കാരണം ഇതൊരു സാധാരണക്കാരന്റെ ഇത് നേരിട്ട് ഈ രോഗികളെ ബുദ്ധിമുട്ടിച്ച് നേരിട്ട് കണ്ട ഓട്ടോ ഡ്രൈവർ അവിടുത്തെ കാര്യങ്ങൾ വിശദമായി തന്നെ വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ മോർച്ചറി ഫ്രണ്ടിലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിയുടെ ഫ്രണ്ട് വശം മാത്രമാണ് ഇപ്പോൾ തിരക്കൊഴിഞ്ഞ് നിൽക്കുന്നത്. ഞാനൊരു രോഗിനെ കൊണ്ട് അത്യാവശ്യ നിലയിൽപ്പെട്ട ഒരു രോഗിനെ കൊണ്ട് അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ കാണാൻ സാധിച്ചു ജനക്കൂട്ടമാണ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് അവിടെ എന്തോ അത്യാഹിതം സംഭവിച്ച ആൾക്കാർ കൂടിയേക്കുന്നതാണ്. പിന്നീടാണ് മനസ്സിലായത് അവിടെ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണ്. അത് സാധാരണക്കാരായ രോഗികൾക്ക് ഓടിച്ചെല്ലേണ്ട താലൂക്ക് ഹോസ്പിറ്റൽ, ഇവിടെ തൊട്ടടുത്ത LFലോ അപ്പോളോ ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ലക്ഷങ്ങളും 10,000ങ്ങളും കെട്ടിവെക്കേണ്ടി വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഓടിച്ചെല്ലുന്നത് നമ്മുടെ അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടുത്തെ കാഷ്വാലിറ്റി മറച്ചു വെച്ചുകൊണ്ട് അവിടേക്കുള്ള പ്രധാന കവാടം അത് കയറിട്ട് കെട്ടി 2 സെക്യൂരിറ്റിമാരെ നിർത്തിക്കൊണ്ട് സിനിമ ഷൂട്ടിങ്. നമ്മളിവിടെ ഉള്ളൊരു കലയ്ക്കോ ഒരു സിനിമയ്ക്കോ സിനിമക്കാർക്കോ ഒന്നും എതിരല്ല. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇതിനൊക്കെ അനുമതി കൊടുക്കുന്ന ആളുകളാരാണ്? ഒന്നില്ലെങ്കിൽ ഇതിൽ അഭിനയിക്കുന്ന കലാകാരന്മാർക്കൊരു ബോധം വേണ്ടേ? സാധാരണക്കാർ വരുന്ന ഈ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിൽ സിനിമ ഷൂട്ടിങ്. ഈ അടുത്തിടയ്ക്ക് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ പടം നമ്മൾ കണ്ടു. അതിൽ ഗുണാക്കേവ് അതുവരെ ഉണ്ടാക്കി സൃഷ്ടിച്ച് നമ്മൾ ഞെട്ടിച്ച കലാകാരന്മാരുള്ള കേരളത്തിലെ ഈ സിനിമാ ലോകത്തിന് ഒരു സെറ്റിട്ട് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിയില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള പോക്കൃതരൊക്കെ ഇത് ഈ നാട്ടിൽ നടക്കുള്ളൂ. നമ്മുടെ ആരോഗ്യമന്ത്രിയും കേരള ഗവൺമെൻറ്റൊക്കെ കേരളത്തിലെ ആരോഗ്യ വിഭാഗം അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് മെച്ചപ്പെടുത്തിയ രീതിയിൽ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രവൃത്തി കൊണ്ട്
സർക്കാരിനെയും ആരോഗ്യ വകുപ്പിനെയും ഇഴുത്തി കാണിക്കുകയുള്ളൂ. അതിലുപരി സാധാരണക്കാരുടെ ജീവന് പുല്ല് വില വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ നികൃഷ്ടമായ പരിപാടി ഉണ്ടല്ലോ, അതൊക്കെയാണ് ആദ്യം നിർത്തേണ്ടത്. ഇത് ഇവർക്ക് ചെയ്യാനുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. സാധാരണക്കാരന് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി ആരുമില്ല. ഇവിടെ ഒരു രാഷ്ട്രീയക്കാരുമില്ല, ആരുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണപ്പെട്ട ആളുകളാണ്, അവരുടെ ജീവന് ഒരു വിലയില്ല. അപ്പം ഞാൻ ഇത് പിടിക്കുന്നത് തന്നെ സാധാരണക്കാർ അവസാനം വന്ന് കിടക്കുന്ന ഈ മോർച്ചറിയുടെ മുമ്പിൽ നിന്നാണ് പിടിക്കണേ. അല്ല, അങ്കമാലി മോർച്ചറി, ഈ മോർച്ചറി മാത്രം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അത് ചത്ത് അനാഥപ്രേതം പോലെ നമ്മൾ കിടക്കേണ്ട മോർച്ചറി ഇവിടെ അനാഥമായി കിടക്കുന്നുണ്ട്. നമ്മുടെ ജീവൻ രക്ഷിക്കേണ്ട അത്യാഹിത വിഭാഗം അവിടെ സിനിമ ഷൂട്ടിംഗ് നടത്തുന്നു. ഇതാണ് കേരളത്തിലെ ആരോഗ്യ പരിപാലനം. ഓക്കെ, എന്നെ കൊണ്ട് പറ്റാത്ത രീതിയിൽ ഞാൻ പ്രതികരിക്കുന്നു. നവമി ദിനേശിലേക്ക് വീണ്ടും. നവമി, ഈ പരസ്യമായി പ്രതിഷേധവുമായി രംഗത്തെത്തിയ ഈ ഓട്ടോ ഡ്രൈവറെ അഭിനന്ദിക്കണം. കാരണം അദ്ദേഹം ചോദിക്കുന്നത് ന്യായമായ ചോദ്യമാണ്, ഒരു സാധാരണക്കാരൻ്റെ ചോദ്യമാണ്, ഒരു പൗരൻ്റെ ചോദ്യമാണ്. കാരണം മഞ്ഞുമൽ ബോയ്സ് അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, മഞ്ഞുമൽ ബോയ്സിൽ ഒരു ഗുണ കേവ് സെറ്റിട്ട അതേ രീതിയിൽ വലിയ വിസ്മയങ്ങൾ തീർത്തിട്ടുള്ളതാണ് നമ്മുടെ സിനിമാ ലോകം. പക്ഷേ ഇവിടെ അതേ രീതിയിൽ ഒരു സെറ്റിട്ട് കൊണ്ട് സിനിമ ചിത്രീകരണം നടത്താമായിരുന്നില്ലേ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. നമുക്കറിയാം, ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കേട്ടപ്പോൾ ഓർമ്മ വന്നത് ഏതാനും നാളുകൾക്ക് മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് നടൻ ജോജു ഇവിടെ ജനാധിപത്യ രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിഷേധിച്ചപ്പോൾ അതിനെതിരെ പ്രതിഷേധവുമായി ഇത് സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ രംഗത്തിറങ്ങിയാണെന്ന് പറഞ്ഞ് വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് അന്ന് ജോജു പ്രതിഷേധിക്കുകയും നമ്മളൊക്കെ അത് വാർത്തയാക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇതേ രീതിയിൽ സിനിമാ ലോകം അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ളവർ രോഗികളെ വലയ്ക്കുന്ന രീതിയിൽ സിനിമാ ചിത്രീകരണവുമായി രംഗത്തെത്തി അത് പ്രതിഷേധിക്കേണ്ടതാണ്. ഇവർക്ക് അനുമതി നൽകിയത് ആരാണ്? അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? നടപടി സ്വീകരിക്കുക മാത്രമല്ല, ഇത്തരത്തിൽ അത്യാഹിത വിഭാഗങ്ങൾ അല്ലെങ്കിൽ പൊതുസേവനം, ഈ ജനങ്ങളുടെ സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ ഷൂട്ടിംഗ് തന്നെ നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് തന്നെ സർക്കാർ ഇറക്കണം. കാരണം സാധാരണക്കാരുടെ, ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പറയുന്നത് പോലെ സാധാരണക്കാർ ഈ സർക്കാർ ആശുപത്രിയിൽ വരുന്നവരാണ്, സാധാരണക്കാരാണ്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്കൊന്നും പോകാൻ കഴിയാത്തതുകൊണ്ട് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടിയെത്തുന്നവരാണ്. അവിടെ എത്തുമ്പോഴാണ് സിനിമാ ഷൂട്ടിംഗിന്റെ പേരിൽ അവരുടെ ഈ ചികിത്സ നിഷേധിക്കുന്ന ഒരു സാഹചര്യം. ഇത് ഈ അണിയറ പ്രവർത്തകർ, ഈ സിനിമയുടെ പ്രവർത്തകർക്കും അതിലൊരു ബോധമില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഞാനും ഇവിടെ ഉന്നയിക്കുന്നത്. കാരണം അത്യാഹിത വിഭാഗത്തിലൊക്കെ എത്ര മണിക്കൂർ ആയിക്കോട്ടെ, ഇപ്പോ 9 മണി മുതൽ പുലർച്ചെയുള്ളൊരു ഷൂട്ടിംഗ് ആണ്, 1 മണിക്കൂർ ആയിക്കോട്ടെ, ആ 1 മണിക്കൂറിൽ എത്ര ജീവനാണ് പൊലിയുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഷൂട്ടിങ്ങുകൾ അത് നിരോധിക്കുക തന്നെ വേണം. ഈ ഗുണാക്കേവ് പോലെ തന്നെയാണ് ഈ ഗുരുവായൂർ അമ്പലനടയിൽ എന്നൊരു സിനിമ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിരുന്നു. അതിന്റെ സെറ്റിട്ടതായിക്കോട്ടെ ഏലൂര്. അപ്പോൾ ഒരു അമ്പലത്തിന്റെ അല്ലെങ്കിൽ ഒരു കേവിന്റെ വരെ സെറ്റിടാൻ കഴിയുന്ന നമ്മുടെ മലയാള സിനിമയ്ക്ക് പിന്നെ എന്താണ് ഒരു ആശുപത്രിയുടെ അത്യാഹിത വിഭാഗം ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഒരു സെറ്റിടാനോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കെട്ടിടത്തിൽ അവർക്ക് ഒരു ആശുപത്രിയുടെ സെറ്റിടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഈ അത്യാഹിത വിഭാഗത്തിൽ അല്ലെങ്കിൽ പാവപ്പെട്ട രോഗികളുടെ ചികിത്സ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു നടപടികളിലേക്ക് എന്തിനാണ് അവരെത്തുന്നത്? കാരണം ഈ തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് ഒരിക്കൽ ഈ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയ ഫഹദ് ഫാസിൽ തന്നെയാണ്. അദ്ദേഹത്തിന് അറിയാം ഒരു രോഗാവസ്ഥയും രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുമൊക്കെ കൃത്യമായി അനുഭവിച്ചറിഞ്ഞ് അതിനെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ വിവരിച്ച ഒരു നടൻ തന്നെയാണ്. അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി ഒരു ആശുപത്രിയിൽ, അതും രോഗികളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ആശുപത്രിയിൽ ചിത്രീകരണം നടത്തുക എന്ന് പറയുമ്പോൾ അതായത് നവമി സൂചിപ്പിച്ചു, ഈ ഓട്ടോ ഡ്രൈവറൊക്കെ പറഞ്ഞ കാര്യമുണ്ട്, ഇവർക്കൊരു സാമാന്യ ബോധമില്ല എന്ന്. പക്ഷേ ബോധമില്ലാഞ്ഞിട്ടല്ല, ഇതിനുള്ള എന്തും നമ്മുടെ നാട്ടിൽ നടക്കും എന്നത് തന്നെയല്ലേ ഇതുപോലെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇവരൊക്കെ സിനിമാ ചിത്രീകരണവുമായി രംഗത്തെത്താനുള്ള കാരണം. അതെട്ടോ, ബോധമില്ലായ്മയല്ല. ഇങ്ങനെയൊക്കെ ചെയ്താലും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലും ഇവിടെ ചോദിക്കാനും ആരുമില്ല, അതിന് അനുമതി നൽകാൻ നമ്മുടെ സർക്കാരും ഉണ്ടെന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഈ ചിത്രീകരണത്തിലൂടെ, അല്ലെങ്കിൽ ഈ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം പോലും നിശ്ചലമാക്കിക്കൊണ്ടുള്ള ഒരു സിനിമാ ഷൂട്ടിംഗ് നടത്തിയെന്നൊരു വാർത്ത പുറത്തു വരുമ്പോൾ നമുക്ക് തോന്നുന്നത് സർക്കാർ തന്നെ അല്ലെങ്കിൽ ആശുപത്രിയുടെ അധികൃതർ തന്നെയാണ് ഇതിന് അനുമതി നൽകുന്നത്. ഇങ്ങനെ അനുമതി നൽകുന്നത് കൊണ്ട് മാത്രമാണല്ലോ
ഇവിടെ അവരെ ഷൂട്ട് ചെയ്യാനും ഒക്കെ അവരവിടെ എത്തുന്നതും. എന്തായാലും ഈ ഒരു വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇടപെട്ട സാഹചര്യത്തിൽ ഈ ഒരു ആരോഗ്യമന്ത്രി അടക്കം ഇടപെടുമെന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ ഇടപെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇടപെടട്ടെ. ഈ രോഗികളായ പാവപ്പെട്ടവരായ രോഗികളുടെ ചികിത്സ നിഷേധിക്കാതെ, അവരുടെ അവകാശത്തെ നിഷേധിക്കാതെ ഒരു രീതിയിലേക്ക് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും സിനിമാ ചിത്രീകരണത്തിന് ഇന്ന് രാത്രി അവരവിടെ വരില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നലെയും ഇന്നും ആണ് ഈ ഷൂട്ടിങ്ങിനായി അനുമതി നൽകിയിരിക്കുന്നത്. രാത്രി 9 മണി മുതൽ പുലർച്ചെ വരെ ഷൂട്ടിംഗ് നീണ്ടുനിന്നു. അതിൽ ഒരുപാട് ആളുകൾക്കാണ്, ഒരുപാട് രോഗികൾക്കാണ്, എമർജൻസിയായി വന്ന ഒരുപാട് പേരുടെ ചികിത്സയാണ് അവിടെ നിഷേധിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്നും അവർ എത്തില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇടപെട്ട സാഹചര്യത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഇവർക്ക് അനുമതി നിഷേധിക്കും എന്ന് തന്നെ നമ്മളും വിചാരിക്കുന്നുണ്ട്. എന്തായാലും 7 ദിവസത്തിനകം ആരാണ് ഇതിന് അനുമതി നൽകിയത് എന്നുള്ളൊരു വിശദീകരണം നൽകാനാണ് മനുഷ്യാവകാശ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്, നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആരോഗ്യ വകുപ്പും ഇതിൽ ഇടപെടുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. 7 ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസറോടും അങ്കമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനോടും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദൂരം മണ്ണന്തലയിൽ സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. ഇൻസ്റ്റഗ്രാം വഴി അശ്ലീല മെസ്സേജ് അയച്ചത് ചോദ്യം ചെയ്ത യുവതിക്ക് യുവാവിന്റെ ക്രൂരമർദ്ദനം. യുവതിയുടെ പരാതിയിൽ കോഴിക്കോട് കൊടുവള്ളി പോലീസ് കേസെടുത്തു. യുവതിയുടെ കണ്ണിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. സമീപവാസിയായ മിർഷാദിനെതിരെയാണ് പരാതി. ഇയാൾ ഒളിവിലെന്നാണ് സൂചന. യുവാവിന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ അറിയിച്ചതിന്റെ വൈരാഗ്യത്തിലായിരുന്നു ആക്രമണമെന്ന് യുവതി പറയുന്നു. ഒരു 4 വീക്ക് മുമ്പാണ് ഇവർ ആദ്യമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഒരു നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ റെസ്പോണ്ട് ചെയ്തിരുന്നു. പിന്നെ ശേഷമാണ് ഇങ്ങനത്തെ ഒരു പെട്ടെന്നാണ് ഇങ്ങനത്തെ അശ്ലീല മെസ്സേജുകളും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലേക്ക് വരുന്നത്. അപ്പം തന്നെ ഞാൻ റിയാക്ട് ചെയ്തിരുന്നു. പക്ഷേ പിന്നെയും ഇത് കണ്ടിന്യൂസ് ചെയ്ത് വന്നപ്പോൾ ഞാൻ ഇവരൊന്ന് ട്രാപ്പ് ആക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഒരുപാട് വട്ടം എൻ്റെ ഫ്രണ്ട്സിന്, ഞാൻ ടൗണിലാണ് പഠിക്കുന്നത്, അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞു ഓനെ നല്ലോണം ഒന്ന് കുത്തണം എന്ന് പറഞ്ഞതും കൊണ്ട് തന്നെ കുറച്ച് ടൗണിലേക്ക് ശ്രമിച്ചു വരാൻ പറ്റുമെന്ന് ശ്രമിച്ചു. പക്ഷേ അവന് കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെ അവൻ പിന്നെ വരാൻ നിന്നില്ല. വരാമെന്ന് പറഞ്ഞു. പക്ഷേ പേടിച്ചിട്ട് പിന്നെ വന്നില്ല. ഇനി ഈ ഞാൻ ഡെയിലി ഗ്രൗണ്ടിലൂടെയാണ് വരല്. പക്ഷേ അപ്പോൾ വരുമ്പോഴൊക്കെ ഒരുമാതിരി വൃത്തിയായിട്ട നോട്ടവും ചിരിയും, ഇവൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് കുറച്ച് ആൾക്കാർ, നോട്ടവും ചിരിയും ഇതൊക്കെ ആയി. അപ്പോഴാണ് ഞാൻ എൻ്റെ മാമൻ്റെ അടുത്തും പപ്പൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. ഇവിടെ അമ്മച്ചിൻ്റെ അടുത്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് അപ്പോഴാണ് ഇവർ പറയുന്നത്, കാക്ക പറഞ്ഞു, മാമൻ പറഞ്ഞ് അവൻ്റെ വീട്ടിൽ പോയി കാര്യം സംസാരിക്കുന്നത്. അപ്പോൾ ആൾ ഭയങ്കര പാവമാണ്. അപ്പോൾ പറഞ്ഞു, മോളെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, കേസ് കൊടുക്കല്ലേ പ്ലീസ് എന്ന് പറഞ്ഞു. പക്ഷെ വാപ്പ വളരെ മോശമായ രീതിയിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. കേസ് കൊടുക്കാവൂല, അവൻ അങ്ങനെയാണ്, അവൻ കേസിൽ പ്രതിയാണ്, ഇപ്പോൾ ഒരു കേസിന് ഒത്തുതീർപ്പായിട്ട് വന്നിട്ടായിരുന്നു, അങ്ങനെയാണ് നമ്മളൊന്ന് പേടിപ്പിച്ച് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചു. പക്ഷെ ഇത്രയും ചെയ്തപ്പോഴെങ്കിലും അവൻ എൻ്റെ പിന്നാലെ വരൂല എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ പപ്പനെയും ചേർത്ത് കുറച്ച് വാഗ്ദാനങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ ഫാമിലിനെ, അങ്ങനത്തെ വളരെ വൾഗറായിട്ടുള്ള മെസ്സേജുകളായി പിന്നെ വന്നത്. അത് ഞാൻ എന്തായാലും കംപ്ലയിൻറ്റ് ചെയ്യണം അങ്ങനെ വിചാരിച്ചത്. അപ്പോൾ എൻ്റെ ഉമ്മക്ക് ആ ഉമ്മയായിട്ടോ അവൻ്റെ ഉമ്മയായിട്ടൊരു സോഫ്റ്റ് കോർണർ വന്നുകൊണ്ട് ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ അന്ന് ശനിയാഴ്ച വൈകുന്നേരം 5:45 ബസ്സിൽ ഞാൻ നടപ്പുഴയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്ന് ഇവിടെ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇറങ്ങുന്ന ടൈമിൽ ഇവൻ്റെ ഫ്രണ്ട് ഉണ്ട്, സുഹേൽ എന്നാണ് പേര്, അവനും കൂടി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു. എനിക്ക് ഓപ്പണായിട്ട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ കാണിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് തന്നെ എനിക്ക് എന്താ വേണ്ടത് എന്നുള്ള ചോദ്യത്തിൽ ഇവന് എനിക്ക് എന്താ വേണ്ടത് കാണിച്ചു തരാം ലൈക്ക് അതുപോലെ ഒരു സംസാരം പറഞ്ഞിട്ട് എൻ്റെ ആദ്യം പിടിച്ചത് കഴുത്തിന് പിടിച്ചതിൽ എൻ്റെ മേലേക്ക് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഇന്ത്യയിൽ എൻ്റെ കഴുത്തിന് പിടിച്ച് 3 കുത്തെന്നെ കുത്തിയിട്ടുണ്ട്. അപ്പം തന്നെ ഞാൻ അവിടെ വീണിട്ടുണ്ട്. എനിക്ക് എണീച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥയല്ല ഇപ്പം ഞാൻ അവിടെ കിടന്നത്. എനിക്ക് വയ്യ, നല്ല തല കറങ്ങി ഞാൻ അവിടെ വീണുപോയി. പിന്നെ എൻ്റെ ഉമ്മ ഇവിടെ വീട്ടിലാരും ഇല്ല. ഇനി ഉമ്മച്ചി താമരശ്ശേരി എൻ്റെ മേമൻ്റെ വീട്ടിൽ പോയതേനി. ഇവിടെ വീട്ടിൽ ഉമ്മേൻ്റെ ഫ്രണ്ട് ഉണ്ട് ഹബിക്ക വൈഫും ഗൾഫിൽ നിന്ന് വന്ന അതിൽ ഇവിടെ വീട്ടിലേക്ക് വന്നേനി. അപ്പോൾ അവർ ജസ്റ്റ് ഇങ്ങോട്ട് കയറുമ്പോഴാണ് പോയെന്നൊരു മോൻ വന്നിട്ട് ഞാൻ അവിടെ വീണ് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഉമ്മേൻ്റെ അടുത്ത്.
അങ്ങനെ ഒരാൾ അടിച്ചിട്ട് വീണ് കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ പെട്ടെന്ന് ഉമ്മല്ല ഹബിക്കായി വൈഫുമാണ് അവിടെ വന്നത്. അവിടെ വന്നിട്ട് അവിടെ ആംബുലൻസ് വിളിച്ച് ഞാൻ നേരെ താമരശ്ശേരി ആശുപത്രിയിലേക്കും. അവിടെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അവിടെ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അത് മെഡിക്കൽ കോളേജിലേക്ക് ഞാൻ റെഫർ ചെയ്തത്. ആസാദ് മുക്കം ചേരുന്നു വിവരങ്ങളുമായി. ആസാദ്, ഇൻസ്റ്റഗ്രാമിലൂടെ തുടർച്ചയായി ശല്യപ്പെടുത്തുന്നു, അത് പരാതിപ്പെട്ടപ്പോൾ ആക്രമണം. വലിയ വേദനയോടുകൂടിയാണ് ഈ യുവതി താൻ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് വിവരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഈ മിർഷാദ് എവിടെയാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടോ? ടോം, ഇപ്പോഴും പ്രതിയെക്കുറിച്ച് യാതൊരു വിവരം ലഭിച്ചിട്ടില്ല. കൊടുവള്ളി സ്റ്റേഷൻ പരിധിയിലെ ഓമശ്ശേരി നടമൽപൊഴി സ്വദേശിനിയായ യുവതിയാണ് യുവാവിനെതിരെ പരാതി നൽകിയത്. തുടർച്ചയായി അശ്ലീല മെസ്സേജുകൾ ഇൻസ്റ്റാഗ്രാം വഴി അയച്ചതാണ് ഈ യുവതി ചോദ്യം ചെയ്യാൻ കാരണമായത്. യുവാവിന്റെ വീട്ടിലെത്തി പരാതി പറയുകയും ചെയ്തിരുന്നു. തുടർന്ന് യുവതി പുറത്തുപോയി വരുന്ന സമയത്താണ്, പഠിക്കാൻ പോയി വരുന്ന സമയത്ത് വഴിയിൽ വെച്ചാണ് യുവതിയെ ആക്രമിച്ചത് എന്നാണ് യുവതി പറയുന്നത്. യുവതിയുടെ കണ്ണിന് ഗുരുതര പരിക്കേറ്റ യുവതിയെ കണ്ണിന് പരിക്കേൽക്കുകയും യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ ആ സമയം തന്നെ കൊടുവള്ളി പോലീസിൽ യുവതി പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ മിർഷാദിന് ഈ പ്രതിയായ മിർഷാദിന് ഇതുവരെ പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല. കൊടുവള്ളി പോലീസ് 341, 323, 324, 354 വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഇത് ജാമ്യം പോലും ലഭിക്കാത്ത വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ പ്രതിയെ പോലീസിന് പിടിക്കാനായില്ല എന്നതാണ്. ഈ പ്രതിക്കൊപ്പം സുഹൃത്തുമുണ്ടായിരുന്നു, ആക്രമിക്കുന്ന സമയത്ത് സുഹൃത്തുമുണ്ടായിരുന്നു എന്ന് പറയുന്നു. സുഹൃത്തുക്കളൊപ്പമാണ് ഈ പെൺകുട്ടി, ഈ യുവതി നടന്നു വരുന്ന സമയത്തൊക്കെ പലപ്പോഴും ഇതിനു മുൻപ് ശല്യപ്പെടുത്തിയിരുന്നു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഈ മിർഷാദിനെതിരെ അല്ലല്ലോ പോലീസ് കേസെടുക്കേണ്ടത്, ഇയാളുടെ സുഹൃത്തുക്കൾക്കെതിരെയും പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകേണ്ടതല്ലേ ആസാദ്? തീർച്ചയായും ഈ കുട്ടിയുടെ മൊഴി പ്രകാരം മിർഷാദിന്റെ സുഹൃത്തുക്കൾക്കെതിരെയും പോലീസ് കേസെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഈ മിർഷാദിനെതിരെ കേസെടുത്തെങ്കിൽ പോലും മിർഷാദിന് ഇതുവരെ പോലീസിന് പിടികൂടാനായിട്ടില്ല എന്നതാണ് വലിയൊരു ഖേദകരമായ സംഭവം. ഒരു യുവതിക്ക് ക്രൂരമായ രീതിയിൽ കണ്ണിനുൾപ്പെടെ മർദ്ദനമേറ്റിട്ടും പോലീസ് നിഷ്ക്രിയമായി നിൽക്കുന്ന ഒരു അവസ്ഥ പോലെയാണ് ഇപ്പോൾ നമുക്ക് ഈ കുട്ടിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് എത്രയും പെട്ടെന്ന് ഈ പ്രതിയെ പിടികൂടി തക്കതായ ശിക്ഷ നൽകണമെന്നാണ് ഈ വീട്ടുകാരും ഈ യുവതിയും ഇപ്പോൾ പറയുന്നത്. ആസാദ്, ഈ യുവതിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇയാൾ ഇതിന് മുൻപും മറ്റു പല കേസുകളിലും ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് എന്ന് പറയുന്നുണ്ടല്ലോ. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വ്യക്തത വരുത്തുന്നുണ്ടോ? ഒരു സ്ഥിരം ക്രിമിനലാണോ ഈ മിർഷാദ്? ഈ സംഭവത്തിന് ശേഷം യുവതി ഈ യുവാവിന്റെ വീട്ടിലെത്തി പരാതി പറഞ്ഞ സമയത്ത് യുവാവിന്റെ രക്ഷിതാക്കൾ നിലവിൽ മിർഷാദിനൊരു കേസുണ്ടെന്നും ആ കേസ് ഇപ്പോൾ ഒത്തുതീർപ്പായിട്ടേ ഉള്ളൂന്നും ഇനിയൊരു കേസ് കൂടി കൊടുക്കരുത് എന്ന രീതിയിൽ എല്ലാം പറഞ്ഞ് അത് നല്ല രീതിയിൽ പിരിഞ്ഞതിന് ശേഷമാണ് ഈ യുവാവ് വീണ്ടും യുവതിയെ ആക്രമിച്ചത്. നേരത്തെയും ഇത്തരം പോലീസ് കേസുകൾ ഉണ്ട് എന്നാണ് യുവതിയുടെ മൊഴിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോം, ആസാദാണ് വിവരങ്ങൾ നൽകിയത്. ആസാദ് സൂചിപ്പിച്ചതനുസരിച്ച് പോലീസ് ഈ പ്രതിക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ യുവതിക്കും കുടുംബത്തിനും വലിയ അതൃപ്തിയുണ്ട്. കാരണം ഒരു ആക്രമണമുണ്ടായി, മണിക്കൂറുകൾ കഴിഞ്ഞു, ഇതുവരെയും പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. തുടർച്ചയായി ഈ യുവതിക്ക് നേരെ സമൂഹ മാധ്യമങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നു, അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നു. ഇത് പരാതിപ്പെട്ടപ്പോഴാണ് കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയായ യുവതിക്ക് നേരെ ആക്രമണമുണ്ടായത്. കളിയിക്കാവിള
ദീപു കൊലക്കേസാണ് സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത്. കളിയിക്കാവിള കൊലപാതകത്തിൽ ഒരാൾക്ക് കൂടി പങ്കെന്ന് പോലീസ്. തിരുവനന്തപുരം നേമ സ്വദേശി പ്രേമചന്ദ്രനാണ് പോലീസിന്റെ പിടിയിലുള്ളത്. പ്രധാന പ്രതി അമ്പിളി, ഗൂഢാലോചനയിൽ പങ്കെടുത്ത സുനിൽ എന്നിവർക്ക് പുറമെ കൊലപാതകം ആസൂത്രണം ചെയ്തതിൽ പ്രേമചന്ദ്രനും പങ്കുണ്ടെന്ന് പോലീസ് കരുതുന്നു. ഫോൺ രേഖകളുടെ അടിസ്ഥാനത്തിൽ പ്രേമചന്ദ്രനെ കസ്റ്റഡിയെടുക്കുകയായിരുന്നു. അമ്പിളിയെ വിശദമായി ചോദ്യം ചെയ്തതിന് ഉടൻ കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം സമർപ്പിക്കും. വി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, ഇതൊരു കൊട്ടേഷൻ കൊലപാതകമാണ് എന്ന് സംബന്ധിച്ചുള്ള സൂചനകൾ പോലീസ് ഇന്നലെ തന്നെ നൽകിയതാണ്. ഈ പ്രേമചന്ദ്രന്റെ പങ്ക് ഈ കേസിൽ എങ്ങനെയാണ്? ടോം, ഈ കേസിൽ ആകെ 3 പ്രതികൾ എന്ന വിവരമാണ് പോലീസ് നൽകുന്നത്. അമ്പിളിയുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം തന്നെ നടന്നു. മറ്റ് 2 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സുനിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നേമം സ്വദേശിയായ പ്രേമചന്ദ്രൻ, ഈ 2 പേരും തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നു എന്ന കാര്യമാണ്. ഈ കൊലപാതകത്തിന്റെ കൃത്യമായ കാരണം ഇനിയും വ്യക്തമാകേണ്ടിയിരിക്കുന്നു. കാരണം ഈ അമ്പിളി നൽകിയ മൊഴിയിൽ അവ്യക്തതകളുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് ഈ 2 പേർക്കും നേരിട്ട് കൊലപാതകത്തിൽ പങ്കില്ല. അമ്പിളിയെ ഈ കാര്യത്തിന് സഹായിക്കുകയായിരുന്നു. അത് ഈ 10 ലക്ഷം രൂപ തട്ടിയെടുക്കുക എന്നത് തന്നെയായിരുന്നു അതിനുള്ള കാരണം. 10 ലക്ഷം രൂപ മാത്രമാണോ ഈ കൊലപാതകത്തിന് അല്ലെങ്കിൽ അങ്ങനെ കൊലപ്പെടുത്തി തുക തട്ടിയെടുക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു എന്നതിൽ സംശയം അവശേഷിക്കുന്നുണ്ട്. ഇവർ മൊഴി മാറ്റുന്നത് കൊണ്ട് തന്നെ പോലീസും ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. കൊല്ലപ്പെട്ട ദീപുവിന് കടമുണ്ടായിരുന്നു. ഏതാണ്ട് 2 ലക്ഷം രൂപയെങ്കിലും മാസം വായ്പ തിരിച്ചടവായി നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന കാര്യമാണ്. അക്കൗണ്ടുകൾ കൃത്യമായി ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ദീപുവിന്റെ ഭാര്യയെ കഴിഞ്ഞ ദിവസം കളിയിക്കാവിള സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി തമിഴ്നാട് പോലീസ് മൊഴിയെടുത്തിരുന്നു. ദീപുവിന് അങ്ങനെ ഭീമമായ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. മാത്രമല്ല, ദീപുവിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ക്വാറി അത് കുറച്ചു നാളായി പ്രവർത്തിക്കുന്നില്ല. ഈ കൊല്ലപ്പെടുന്നതിനും 2 ദിവസം മുൻപ് ദീപുവും അമ്പിളിയും ഈ അടഞ്ഞുകിടന്ന ക്വാറിക്ക് സമീപം നിന്ന് ഏതാണ്ട് അരമണിക്കൂറിലധികം സംസാരിച്ചതായി ദീപുവിന്റെ തന്നെ ചില തൊഴിലാളികൾ മൊഴി നൽകിയിട്ടുണ്ട്. ദീപുവിന് തൊഴിലാളികൾ ഉണ്ടായിരുന്നു. വർക്ക്ഷോപ്പിലും ക്വാറിയിലുമായി ഉൾപ്പെടെ നിരവധി തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ദീപു ഇവർക്ക് ശമ്പളം കൊടുത്ത കാര്യത്തിലും ചില കാര്യങ്ങൾ സംശയമായി നിലനിൽക്കുന്നുണ്ട്. കാരണം എല്ലാ മാസവും ആദ്യം ശമ്പളം കൊടുക്കുന്ന ദീപു ഇത്തവണ വളരെ മുൻപ് തന്നെ, ഏതാണ്ട് 10 ദിവസം മുൻപ് തന്നെ ജീവനക്കാർക്കുള്ള ശമ്പളം നൽകി. അത് എന്തുകൊണ്ട് അങ്ങനെ നേരത്തെ തന്നെ ശമ്പളം നൽകി, അവരുടെ ശമ്പളം നൽകി തനിക്കുള്ള അങ്ങനെയുള്ള ബാധ്യതകൾ ഒഴിവാക്കി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. ദീപു പറഞ്ഞിട്ട് ദീപുവിനെ കൊലപ്പെടുത്തണമെന്ന നിർദ്ദേശം ദീപു നൽകി ഈ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി നടത്തിയ കൊലപാതകമാണോ എന്ന തരത്തിലുള്ള ഒരു പ്രചരണം ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പോലീസ് ഇപ്പോഴും സ്ഥിരീകരിക്കുന്നില്ല. രേഖകൾ പരിശോധിക്കണമെന്ന വിവരമാണ് തമിഴ്നാട് പോലീസ് നൽകുന്നത്. കേട്ടോ, ഇപ്പോഴും ഈ സുനിലിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലല്ലോ. കാരണം ഈ കേസിലൊരു മുഖ്യ സൂത്രധാരനാണ് സുനിൽ എന്ന് പോലീസ് സൂചനകൾ നൽകിയിട്ടുണ്ട്. സുനിലിന് വേണ്ടി കഴിഞ്ഞ 2 ദിവസമായി പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഇതുവരെയും എവിടെയെന്ന ഈ സുനിൽ എവിടെയുണ്ടെന്നൊരു സൂചന പോലും പോലീസിനില്ലേ? ടോം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ സുനിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. സുനിൽ മാത്രമല്ല, പ്രേമചന്ദ്രനും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്ന വിവരമാണ്. സുനിൽ ഒളിവിലാണ് എന്ന കാര്യം പറഞ്ഞെങ്കിൽ കൂടിയും ചില വിവരങ്ങൾ നമുക്ക് തമിഴ്നാട് പോലീസിൽ നിന്ന് ലഭിക്കുന്നത് സുനിൽ കസ്റ്റഡിയിലുണ്ട് എന്ന കാര്യമാണ്. വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നു. പ്രേമചന്ദ്രൻ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്ന ചില വിവരങ്ങൾ തമിഴ്നാട് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നടക്കമുള്ള ചില വിവരങ്ങൾ ആ നിലയ്ക്ക് വന്നിരുന്നു. ഏതായിരുന്നാലും പോലീസിനെ സംബന്ധിച്ച് ഇതിന്റെ മോട്ടീവ് ഇതിൽ എന്താണ് എന്നതിന് ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തിന് കൊലപ്പെടുത്തി? ഈ 10 ലക്ഷം രൂപ ഇങ്ങനെ വാഹനം വാങ്ങാൻ കൊണ്ടുപോകുന്നു. അത് നേരത്തെ തന്നെ മുൻകൂട്ടി വളരെ തന്ത്രപരമായി വാഹനത്തിൽ കയറി കൊലപ്പെടുത്തിയതാണോ? അല്ലെങ്കിൽ ദീപുവിന്റെ അറിവോടുകൂടി തന്നെ കൊലപ്പെടുത്താൻ ദീപു തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലുള്ള കൊലപാതകമാണോ? ഇതിൽ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. മാത്രവുമല്ല, അമ്പിളി ഈ സഹകരിച്ച അല്ലെങ്കിൽ അമ്പിളി ഈ ഗൂഢാലോചന നടത്തിയ സുനിലിന് 2 മെഡിക്കൽ സ്റ്റോറുകളുണ്ട്. സർജിക്കൽ ബ്ലേഡും അതോടൊപ്പം തന്നെ മാസ്കും ക്ലോറോഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയത്, കൊലപാതകത്തിന് ശേഷം ധരിച്ചിരുന്ന കോട്ട് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നൽകിയത് സുനിലാണ് കളിയിക്കാവിളയിൽ അമ്പിളിയെ വാഹനത്തിൽ കൊണ്ടുചെന്നാക്കിയതെന്ന അമ്പിളിയുടെ മൊഴിയുമുണ്ട്. അതിനുശേഷം ഈ കൃത്യം നടന്ന ശേഷം, കൊലപാതകം നടന്ന ശേഷം സുനിലിന്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. അതിനും
സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. കാരണം ആ കൊല നടന്നതിന് തൊട്ടടുത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിലെ ജീവനക്കാരിൽ നിന്ന് അമ്പിളി ഫോൺ വാങ്ങി സുനിലിനെ വിളിച്ചിരുന്നു. പക്ഷേ സ്വിച്ച് ഓഫ് എന്ന കാര്യമാണ് പറഞ്ഞത്. ആ സമയത്ത് സുനിലാണോ എന്ന കാര്യം ഈ ജീവനക്കാരന് അറിയില്ലായിരുന്നു. പക്ഷേ ഈ രണ്ടുപേരുടെ മൊഴി ചേർത്ത് വായിക്കുമ്പോൾ അമ്പിളി വിളിച്ചത് സുനിലിനെയാണെന്ന് കൃത്യമായി പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് ഗൂഢാലോചനയായിരുന്നു എന്ന കാര്യം പോലീസിന് വ്യക്തമായത്. ഇനി ഇതിൽ എന്തിനു വേണ്ടി ഇവർ ഈ കൊലപാതകം നടത്തി, അത് 10 ലക്ഷം രൂപ തട്ടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമമാണോ, അതല്ല ദീപുവിന്റെ കൂടി താല്പര്യപ്രകാരം ദീപുവിനെ കൊലപ്പെടുത്തണം, ആ വഴിയിൽ വലിയ സാമ്പത്തിക മെച്ചം കുടുംബത്തിനുണ്ടാകും എന്ന, അല്ലെങ്കിൽ വലിയ ബാധ്യതകൾ മാറിക്കിട്ടും എന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതിനാണ് ഇപ്പോൾ ഈ ബാങ്ക് രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത്. കുടുംബത്തിന് അങ്ങനെ കാരണം അതാണ് കഴിഞ്ഞ 2 മൊഴികൾ, ഈ പ്രതിയുടെ അമ്പിളിയുടെ 2 മൊഴികൾ, ഒന്ന് പണത്തിന് വേണ്ടിയാണെന്ന് പറയുന്നു. ആദ്യം പറഞ്ഞു ദീപുവിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ്, അതും ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി, കുടുംബത്തിന് ഇൻഷുറൻസ് തുക ലഭിക്കാൻ വേണ്ടി ദീപു നിർദ്ദേശം നൽകിയതനുസരിച്ച് നടത്തിയ കൊലപാതകമാണ്. അങ്ങനെ 2 രീതിയിലുള്ള മൊഴികളാണ് പ്രതി അമ്പിളി നൽകിയത്. ഇത് രണ്ടും പൂർണ്ണമായും പോലീസ് വിശ്വസിക്കുന്നുണ്ടോ? കാരണം അതിനപ്പുറം ഒരു കൊട്ടേഷൻ കൊലപാതകത്തിന്റെ സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ടോ വിനോദ്? അതിൽ ടോം ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ വാഹനം ദീപു തന്നെ പറഞ്ഞിട്ടാണ് അമ്പിളി എത്തുന്നത് കളിക്കാവളയിലേക്ക്. പക്ഷേ അവിടെ ഒരു വാഹനത്തിന്റെ ഡ്രൈവറെ താൻ തരപ്പെടുത്താമെന്ന ഉറപ്പ് അമ്പിളി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ദീപു അവിടേക്ക് വിളിച്ചു വരുത്തിയതാണെന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് ദീപു തന്നെ കൊലപ്പെടുത്തണം എന്ന നിർദ്ദേശം നൽകി എന്ന കാര്യം. പക്ഷേ ഈ വാഹനത്തിന്റെ യാത്രയും മറ്റു കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ ചില അസ്വാഭാവികതകളുണ്ട്. ഇതിൽ അമ്പിളി വാഹനത്തിന്റെ പിറകിലെ സീറ്റിലാണ് കയറുന്നത്. ക്ലോറോഫോം ഉപയോഗിച്ച് ദീപുവിനെ മയക്കുന്നു. അതിനുശേഷം കത്തി ഉപയോഗിച്ചും പിന്നീട് സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചും കഴുത്തറക്കുന്നു. ഇങ്ങനെയാണ് ആ വാഹനത്തിനുള്ളിൽ നടന്ന കാര്യം. അമ്പിളിയുടെ ഒരു ആരോഗ്യസ്ഥിതി നമ്മൾ പരിശോധിച്ചാൽ ഏതാണ്ട് 60 വയസ്സിനടുത്താകുന്ന ഒരാളാണ്. പ്രമേഹം ഉൾപ്പെടെ നിരവധി രോഗങ്ങളുണ്ട്. ഈ വാഹനത്തിൽ നിന്ന് പോകുമ്പോൾ തന്നെ മുടന്തി നടക്കുന്നത് കാണാം. അതിനുശേഷം മെഡിക്കൽ സ്റ്റോറിലെ CCTV ദൃശ്യങ്ങളിലും അതേ മുടന്തുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം കളിക്കവള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുമ്പോഴും അമ്പിളിയെ നമ്മൾ കാണുമ്പോൾ ആരോഗ്യപരമായി വളരെ ഒരു ദുർബലനായ ആൾ എന്ന് തന്നെയാണ് ഒറ്റ നോട്ടത്തിൽ അമ്പിളിയുടെ ശരീരഭാഷ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരാൾ മൽപ്പിടുത്തത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു ബലപ്രയോഗത്തിലൂടെയോ ഒരാളിനെ കൊല്ലാൻ കഴിയുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അവിടെയാണ് ഈ ദീപുവിന്റെ കൂടി സമ്മതത്തോടെ അല്ലെങ്കിൽ ദീപു നിർദ്ദേശിച്ച പ്രകാരം ദീപുവിനെ കൊലപ്പെടുത്താനുള്ള ഒരു സാധ്യത അവിടെ തെളിഞ്ഞു വരുന്നത്. പക്ഷേ അത് പോലീസ് ഇപ്പോഴും അമ്പിളിയുടെ ഈ മൊഴികൾ, വൈരുദ്ധ്യമുണ്ട് മൊഴികളിൽ, ഇത് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് അമ്പിളി. 2 കൊലക്കേസിൽ ഉൾപ്പെടെ ഏതാണ്ട് 50ഓളം കേസുകൾ. പക്ഷേ വിനോദ്, ഈ പ്രേമചന്ദ്രനെയും സുനിലിനെയും വിശദമായി ചോദ്യം ചെയ്താൽ, അവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്താൽ ഇക്കാര്യത്തിലൊരു വ്യക്തത വരുമായിരിക്കുമെന്ന് തന്നെ കരുതണമല്ലേ? കാരണം വിനോദ് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ ദീപുവിന്റെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ മറുവശത്ത് ഈ അങ്ങനെയാണെങ്കിൽ ഒരു ക്ലോറോഫോം മണപ്പിച്ച് പിന്നീട് കഴുത്തറുത്ത് കൊല്ലുക, അതും താൻ പുറകിലത്തെ സീറ്റിലാണ് ഇരുന്നത്, പുറകിലത്തെ സീറ്റിലിരുന്ന് ക്ലോറോഫോം മണപ്പിക്കുന്നു, പിന്നീട് കഴുത്തറക്കുന്നു എന്ന രീതിയിലാണ് പ്രതി അമ്പിളി തന്നെ പോലീസിനോട് വിവരങ്ങൾ നൽകിയത്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ പല രീതിയിൽ അവ്യക്തത ഇപ്പോഴുമുണ്ട്. പക്ഷെ കൂടുതൽ വ്യക്തതയിലേക്ക് പോലീസിനുടൻ തന്നെ വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാമോ? ആ നിലയ്ക്കാണ് പോലീസ് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുന്നുണ്ട്. ഈ 3 പേരുടെ മൊഴികളും ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇവർ ഗൂഢാലോചന നടത്തിയ സ്ഥലം, ഇവർ എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച നടത്തിയത്, ഈ സർജിക്കൽ ബ്ലേഡും അതോടൊപ്പം തന്നെ ഈ മെഡിസിനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്ലോറോഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇത് അമ്പിളി തരപ്പെടുത്തുമ്പോൾ ഇതിൽ സുനിലിന്റെ പങ്കെന്താണ്? സുനിലിന് നേരിട്ട് ഏതെങ്കിലും തരത്തിൽ ദീപുവുമായി കണക്ഷൻ ഉണ്ടായിരുന്നോ? ആ തരത്തിലുള്ള ബന്ധമുണ്ടോ? അതിനപ്പുറത്തേക്ക് ഒരു കൊട്ടേഷൻ പ്രവൃത്തി എന്ന നിലയ്ക്ക് 10 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും അത് വീതം വെക്കുകയും ചെയ്യുക എന്ന നിലയ്ക്കുള്ള ഒരു കൊലപാതകമാണോ? അതല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ? ഇതെല്ലാം തന്നെയാണ് പോലീസിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അവിടെയാണ് ഈ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നത്. ദീപുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ധാരാളം ജീവനക്കാരുള്ള ഒരാളാണ് ദീപു. കോറി പ്രവർത്തിക്കുന്നില്ല എന്ന കാര്യമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ആ പ്രവർത്തനരഹിതമായ കോറിക്ക് സമീപമാണ് കൊല്ലപ്പെടുന്നതിനും ദിവസങ്ങൾക്ക് മുൻപ് ദീപുവും അമ്പിളിയും മാറി നിന്ന് സംസാരിച്ചു എന്ന് ജീവനക്കാർ മൊഴി നൽകുന്നത്. ഇരുവരും തമ്മിൽ വലിയ പരിചയമുണ്ടായിരുന്നു.
എന്താണ് ഇതിന്റെ കാരണം? കൃത്യമായി പണം തട്ടുന്നതിന് വേണ്ടി ഈ നേരത്തെ ഗുണ്ടാ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന ക്രിമിനൽ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്ന അമ്പിളി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊലയാണോ, അതല്ല ദീപുവിന്റെ കൂടി അറിവോടുകൂടി നടന്ന കൊലപാതകമാണോ? ഇക്കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വിനോദ് സൂചിപ്പിക്കുന്ന പോലെ പല കാര്യങ്ങളിലും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പക്ഷേ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ള പ്രേമചന്ദ്രനെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുന്നു. സുനിലും കസ്റ്റഡിയിലുണ്ടെന്ന സൂചനകളുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്താൽ ഈ കളിയിക്കാവിള ദ്വീപ് കൊലപാതക കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നാണ് പോലീസും പ്രതീക്ഷിക്കുന്നത്. കാസർഗോഡ് 2 ഇടങ്ങളിൽ കവർച്ച. ആ വാർത്തയിലേക്ക് വരാം ഇടവേള കഴിഞ്ഞ്. വെള്ളം കയറിയുള്ള ദുരിതം കാര്യമായി ഉണ്ടായിട്ടില്ല. കാസർഗോഡ് പട്ടാപ്പകൽ ബസ്സിൽ നിന്നും യാത്രക്കാരിയുടെ 6.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. പയ്യന്നൂർ സ്വദേശിനി ഉദയമ്മയുടെ ബാഗിൽ നിന്നാണ് ആഭരണങ്ങൾ കവർന്നത്. പയ്യന്നൂരിൽ നിന്നും ഇന്നലെ ഉച്ചയ്ക്ക് കാഞ്ഞങ്ങാട്ടെത്തിയ സ്വകാര്യ ബസ്സിലായിരുന്നു സംഭവം. മോഷ്ടാവിന്റെ ദൃശ്യം ബസ്സിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. KV ബൈജു ചേരുന്ന വിവരങ്ങളുമായി. ബൈജു, ഈ കാസർഗോഡ് പതിവായി മോഷണവും കവർച്ചയും ഒക്കെ നടക്കുന്നുണ്ട്. ഇത് ബസ്സിൽ സാധാരണ ബൈക്കിലെത്തിയാണ് ആളുകൾ ഈ ആഭരണങ്ങൾ കവരുന്ന സംഭവങ്ങളൊക്കെ ഈ സമീപകാലത്ത് നിരവധി റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ബസ്സിലും ഈ കള്ളന്മാരുടെ ശല്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്നൊരു സംഭവം തന്നെയല്ലേ ഇത്? ടോമെ, തീർച്ചയായും ഇന്നലെ മാത്രം 2 കവർച്ചാ കേസുകളാണ് കാസർഗോഡ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. അതിലേറ്റവും പ്രധാനം ടോം സൂചിപ്പിച്ച ബസ്സിനകത്തുണ്ടായ കവർച്ച തന്നെയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു CCTV ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് മുഖം അത്ര വ്യക്തമല്ല. പക്ഷേ ഈ മാല കവർന്നത്, ഇവർ തന്ത്രപരമായി മാല കവർന്നത് ഈ CCTV ദൃശ്യത്തിൽ വ്യക്തമാണ്. ഏതായാലും പോലീസ് ഈ ദൃശ്യം ശേഖരിച്ച് ഇത് പരിശോധിച്ച് പ്രതിയെ പിടികൂടാനുള്ള ഒരു ഒരുക്കമാണ്. ഏതായാലും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തുടർച്ചയായ ദിവസങ്ങളിൽ കവർച്ചാ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നീലേശ്വരം ചെറുപ്പുറത്തും ഒരു കവർച്ച നടന്നു. അതിന്റെയും CCTV ദൃശ്യം ലഭിച്ചിരുന്നു. അതിൽ നിന്നും പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്നും രവീന്ദ്രൻ എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവറുടെ വീട്ടിൽ നിന്നും 20 പവൻ സ്വർണവും 15,000 രൂപയുമാണ് കവർച്ച നടത്തിയത്. ഈ കേസിലെ പ്രതിയെ കൊട്ടാരക്കര സ്വദേശി അഭിരാജാണ്. ഇയാളെ കോഴിക്കോട് പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് പിടികൂടുന്ന സാഹചര്യമുണ്ട്. എന്തായാലും നിരവധി കവർച്ചാ കേസുകൾ കഴിഞ്ഞ അറിയേണ്ടത് കാരണം ഈ കാസർഗോഡ് നീലേശ്വരത്തെ പട്ടാപ്പകലിൽ വീട് കുത്തി തുറന്ന് മോഷണം നടത്തുക, അതും 20 പവൻ സ്വർണം തട്ടിയെടുക്കുക. കൊട്ടാരക്കര സ്വദേശിയായിട്ടുള്ള ഈ അഭിരാജ് എങ്ങനെയാണ് ഈ നീലേശ്വരത്ത് എത്തിയത്? ഈ കവർച്ചയ്ക്ക് വേണ്ടി മാത്രമാണോ? ടോമെ, ഏറ്റവും പ്രധാനം ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലുള്ളവരും കാസർഗോഡ് ജില്ലയിൽ തമ്പടിച്ച് കവർച്ച നടത്തുന്നതായുള്ള ഒരു വിവരം ഇന്റലിജൻസിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുമുണ്ട്. അതായത് വീടുകളിൽ നിന്നും മാറി നിൽക്കുന്നവർ സ്വർണമോ വില കൂടിയ സംഭവങ്ങളോ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക. മാത്രമല്ല ഈ ബൈക്കിൽ എത്തി മാല മോഷ്ടിക്കുന്ന സംഭവം ഇപ്പോൾ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രതികളെ പിടികൂടിയാൽ പിന്നീടും ഇത്തരം കേസുകൾ ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയെങ്കിൽ കൂടുതൽ സംഘങ്ങൾ ഇത്തരം കവർച്ചകൾക്ക് പിന്നിൽ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ പോലീസ് ഇത്തരത്തിൽ പുറത്ത് ഇറങ്ങുന്നവർ ആഭരണങ്ങളും മറ്റും സൂക്ഷിക്കുകയാണെങ്കിൽ ഇതിൽ വലിയ ശ്രദ്ധ ഉണ്ടാകണം എന്ന തരത്തിലുള്ള മുന്നറിയിപ്പൊക്കെ ഹോസ്ദുർഗ് പോലീസ് ഉൾപ്പെടെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത്തരം കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ബൈക്കിലെത്തി മാല തട്ടിപ്പറിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇത് പലതും ഹെൽമെറ്റ് ധരിച്ച് ഈ ബൈക്കുകളിൽ എത്തുന്നതുകൊണ്ട് തന്നെ പ്രതികളെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. 10, 12, 13 കേസുകളാണ് ഈ പ്രതിയെ പിടികൂടുമ്പോഴേക്കും ഇവർക്കെതിരെ ഉണ്ടാകുന്നത് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കേസുകൾ വർദ്ധിക്കുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ ഇന്നലെ അഭിരാജ് കൊട്ടാരക്കര സ്വദേശിയാണ് കാസർഗോഡ് വന്ന് ഇത്തരത്തിലുള്ളൊരു കവർച്ച നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കോഴിക്കോട് വെച്ചാണ് ഇയാൾ പിടിയിലാകുന്നതും. എന്തായാലും ഇവിടുന്ന് 20 പവൻ സ്വർണം ഇയാൾ മോഷ്ടിച്ചിരുന്നു. ആ സ്വർണം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അഭിരാജ് ഈ വീട്ടിലേക്ക് വരുന്ന
ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാൾ കൃത്യമായി ഈ വീട് നിരീക്ഷിച്ചിരുന്നു, വീട്ടിൽ ആളില്ലെന്ന് മനസ്സിലാക്കുന്നുണ്ട്. വളരെ കൂളായിട്ടാണ് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നതും തിരികെ മോഷ്ടിച്ച് മടങ്ങിപ്പോകുന്നതുമൊക്കെ. അതായത് നമുക്ക് ഇയാളുടെ രീതി മനസ്സിലാക്കുമ്പോൾ ഈ അഭിരാജ് ഒരു സ്ഥിരം ഒരു മോഷ്ടാവാണ് എന്ന് തന്നെ കരുതേണ്ടതല്ലേ? തീർച്ചയായും ടോമെ, ഇയാളുടെ ശരീരഭാഷ കണ്ടാൽ നമുക്ക് കൃത്യമായി മനസ്സിലാവും. ഒരു വീട്ടുകാരനെ പോലെയാണ് ഇയാൾ ഈ ദൃശ്യങ്ങളിൽ ഈ കവർച്ച നടത്താനായി വീട്ടിലേക്ക് പോകുന്ന ദൃശ്യത്തിൽ കാണുന്നത്. അത്തരത്തിലെത്തി കൃത്യമായി കവർച്ച നടത്തി ഇവിടെ സ്വർണം ഈ വീട്ടിനകത്ത് സ്വർണ്ണമുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിലായിരുന്നു ഇയാളുടെ പരമം. ഏതായാലും ഇയാളെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്, ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇയാൾക്കെതിരെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ കേസുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും. അത് ഏതായാലും ഇയാളെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഈ കൂടുതൽ കവർച്ച ഇയാൾ നടത്താൻ ശ്രമമുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസവും പിടികൂടിയ പ്രതിയും അത്തരത്തിലായിരുന്നു. ഇയാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് കവർച്ച ഇത്തരത്തിൽ മോഷണ സംഭവങ്ങളിലേക്ക് നീങ്ങിയെന്നാണ് പോലീസ് ചോദ്യം ചെയ്യലിൽ നിന്നും അയാൾ വ്യക്തമാക്കിയിരുന്നത്. അത് ബൈക്കിലെത്തി ഇത്തരത്തിൽ മാല തട്ടിപ്പറിച്ച ഒരാളായിരുന്നു. ഇയാൾക്കെതിരെ 12ഓളം കേസുകളാണ് ജില്ലയിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായിട്ടുള്ളത്. പ്രത്യേകിച്ച് ബദിയെടുത്ത പോലീസ് സ്റ്റേഷനിൽ മാത്രം 4 കേസുകളാണ് ബൈക്കിലെത്തി മാല തട്ടിപ്പറിക്കുന്ന സംഭവം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും 10ഉം 12ഉം കേസുകൾ ആവുമ്പോഴാണ് ഇവർ പിടിയിലാകുന്നതാണ്. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു, ഏറ്റവും ഒടുവിൽ പിടിയിലാകുന്നു. പക്ഷേ ഇവർ കസ്റ്റഡിയിലായാലും മറ്റ് സംഘങ്ങൾ ഇത്തരത്തിൽ ബൈക്കിലെത്തി മാല പൊട്ടിക്കുന്ന സംഘങ്ങൾ വീണ്ടും ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. ഏതായാലും ദിവസവും 2 കേസ് വീതം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ സ്വർണ്ണമാണ് ആശങ്കപ്പെടുന്ന കാര്യം. കാസർകോട്ടെ ജനങ്ങൾ വലിയ ഭീതിയിലാണ്. കാരണം ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ഇതര സംസ്ഥാനക്കാരും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ കവർച്ചാ സംഘങ്ങളും മോഷണം ലക്ഷ്യമിട്ട് കാസർകോട്ടെ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ട് എന്ന വിവരമുണ്ട്. ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് പോലീസ് നാട്ടുകാർക്ക് നൽകുന്നത്. കൊച്ചിയിൽ വീണ്ടും ലഹരി മരുന്ന് വേട്ട. പറവൂർ മാഞ്ഞാലിയിൽ കാറിൽ കടത്തിയ 37 ഗ്രാം MDMA-യും 20 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. സംഭവത്തിൽ പറവൂർ സ്വദേശികളായ 4 യുവാക്കൾ അറസ്റ്റിലായി. ഇതോടൊപ്പം ബൈക്കിൽ സഞ്ചരിച്ച് MDMA കച്ചവടം നടത്തിയിരുന്ന 2 യുവാക്കൾ മരടിലും പിടിയിലായിട്ടുണ്ട്. ഈരാറ്റുപേട്ട സ്വദേശികളാണ് പിടിയിലായിരിക്കുന്നത്. നവമി ദിനേശ് ചേരുന്ന വിവരങ്ങളുമായി. നവമി, ഇന്നലെ 2ഇടത്ത് ലഹരി വേട്ട ഉണ്ടായി. ഇന്നും വീണ്ടും ഇതേ രീതിയിൽ തന്നെ സംഭവങ്ങൾ ഉണ്ടാകുന്നു. അടിക്കടി ഈ കൊച്ചി നഗരത്തിൽ മാത്രം ഇതേ രീതിയിൽ അതും MDMA-യുമായി ലഹരി സംഘങ്ങൾ പിടിയിലാകുന്നു. എവിടെ നിന്നാണ് ഇവർ ലഹരി എത്തിച്ചതെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ടോ? കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വലിയ രീതിയിൽ വ്യാപകമായിട്ടൊരു ലഹരി വേട്ടയിലേക്ക് തന്നെയാണ് ആലുവ പോലീസ് നീങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്നലെയും ഇന്നുമായി സജീവമായി തന്നെ ഈ ലഹരി വേട്ട നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇന്നലെ മരട് പ്രദേശത്ത് നിന്ന് മരട് ദേശത്ത് പെട്രോൾ പമ്പിൽ വെച്ച് ബൈക്കിൽ സഞ്ചരിച്ച യുവാക്കൾ പെട്രോൾ അടിക്കാൻ എത്തിയപ്പോഴാണ് ഈ MDMA ഈ ബൈക്കിൽ നിന്നും പിടികൂടിയത്. ഇവർ സ്ഥിരമായി കോളേജ്, സ്കൂൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്ക് ലഹരി നൽകുന്നവരാണെന്നും അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കുകയും ചെയ്തു. പ്രധാനമായും ഇവർ ബാംഗ്ലൂർ ഒപ്പം ഡൽഹി പോലുള്ള പ്രദേശങ്ങളിൽ നിന്നുമാണ് ലഹരി നാട്ടിലേക്ക് എത്തിച്ച് കൊച്ചിയിലേക്ക് എത്തിച്ച് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും നൽകുന്നത്. ഈ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലായിരുന്നു ഈ 2 യുവാക്കളെയും അറസ്റ്റ് ചെയ്യുന്നത്. മറ്റൊന്ന് പറവൂർ മാഞ്ഞാലിയിൽ പാലത്തിന് അടുത്ത് നിർത്തിയിട്ടിരുന്ന സ്വിഫ്റ്റ് കാറിൽ കടത്തിയിരുന്ന ലഹരി മരുന്നുകൾ പിടികൂടി. അതിൽ ഏകദേശം 37.82 ഗ്രാം MDMA-യും 21 ഗ്രാം കഞ്ചാവുമായിട്ടാണ് പറവൂർ സ്വദേശികളായ ശ്രാവൺ, മുബാറക്, ഹുസൈൻ എന്നിവരെയും പോലീസിന്റെ പിടിയിലായതും. ഇവർ പ്രധാനമായും മാഞ്ഞാലി, പറവൂർ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കോളേജുകളിലെയും ഒപ്പം വിദ്യാർത്ഥികളെയും യുവാക്കളെയും യുവതികളെയും കേന്ദ്രീകരിച്ചാണ് ഇവർ ലഹരി പ്രധാനമായും വിൽക്കുന്നത്. ഇപ്പോൾ പിടിയിലാകിയത് ഇതിലെ കണ്ണികൾ മാത്രമാണ്. പക്ഷേ പ്രധാനപ്പെട്ട ആളുകൾ ആരാണ് ഇവർക്ക് ലഹരി നൽകുന്നത്, ഇവർ മറ്റാർക്കൊക്കെയാണ് ലഹരി വിൽക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളും അന്വേഷണ സംഘത്തിന് ഇനി കണ്ടുപിടിക്കേണ്ടതുണ്ട്. ടോം, കൊച്ചിയിൽ നിന്നും നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നവമി സൂചിപ്പിച്ചതുപോലെ പോലീസും എക്സൈസും ലഹരി സംഘങ്ങളെ പൂട്ടാൻ ഉറച്ചു തന്നെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട്. മാഞ്ഞാലിയിലും മരടിലും ലഹരിവേട്ട നടത്തിയത് എക്സൈസ് ആണ്. വരും ദിവസങ്ങളിൽ പരിശോധന ഉണ്ടാകുമെന്നാണ് എക്സൈസും പോലീസും വ്യക്തമാക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.
എന്തായാലും അതിന്